ജനാർദ്ദന കുറുപ്പണം നമ്മൾ വാശിയോഗവും പഞ്ചതത്വവും എന്നുള്ള പുസ്തകത്തിൽ 182 പേജ് പഞ്ചഭൂത തത്വധ്യാനം എന്നുള്ളതിൽ ഒന്ന് ഭൂമി തത്വധ്യാനം. ഇന്നലെ പറഞ്ഞത് കുംഭകം ചെയ്യുന്ന വിദ്യയാണ്. 8:32, 16, 12, 48, 24, 16, 64, 32 എന്ന നിലകളിൽ കുംഭകം ചെയ്ത് പരിശീലിക്കണം എന്നാണ് പറയുന്നത്. ഇനി പഞ്ചഭൂതങ്ങളിൽ ആദ്യത്തെ ഭൂതമായിട്ടുള്ള ഭൂമി തത്വധ്യാനത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. പാദം മുതൽ മുട്ടുവരെയുള്ള ഭാഗം ഭൂമിയുടെ അംശമാകുന്നു. ഈ അവയവങ്ങളെ ഓരോന്നായി ശ്രദ്ധിച്ച് ഭൂമി ബീജമന്ത്രമായ ലം എന്ന് ജപിക്കണം. ഭൂമി ഭൂതം ഈ അവയവങ്ങൾ ധാരാളമായി ലയിക്കുന്നതായി ചിന്തിക്കണം. ഭൂമിയുടെ പ്രകൃതിയെയും വിശേഷങ്ങളെയും ചിന്തിച്ച് ആ ഭൂമി ഭൂതം കാലിൽ ധാരാളം പ്രവേശിക്കുന്നതായി ചിന്തിക്കുക. ഇതോടൊപ്പം ഓരോ ഭൂതത്തിനുള്ള മുദ്രയിൽ ഇരിക്കുന്ന ഗുണം ചെയ്യും. ഇതിൽ പാദം മുതൽ മുട്ടുവരെ, പാദത്തിൻ്റെ അടിവശം, പിന്നെ പാദത്തിലെ വിരലുകൾ, ആ വിരലുകളുടെയും പാദത്തിനിടയ്ക്കുള്ള ഒരു കഴുത്ത് ഭാഗം, പിന്നെ പാദത്തിൻ്റെ അടിവശം, പിന്നെ അതിൻ്റെ 2 വശങ്ങൾ, പിന്നെ പാദത്തിൻ്റെ മോൾവശം, പിന്നെ കണങ്കാലിൻ്റെ എല്ല്, അവിടുത്തെ ജോയിൻറ്റ്, പിന്നെ അതിൻ്റെ പിന്നിലുള്ള കുതിഞ്ഞരമ്പ്, അതുപോലെ തന്നെ കാലിൻ്റെ എല്ലും, മൊത്തത്തിലെല്ലാത്തിനുള്ള എല്ല്, അതിൻ്റെ ഉള്ളിലുള്ള മജ്ജ, അതുപോലെ അസ്ഥി, പിന്നെ മാംസം, മജ്ജ, പിന്നെ ഈ ജോയിൻറ്റുകൾ പിടിപ്പിക്കുന്ന പേശികൾ, രക്തക്കുഴലുകൾ, നാഡികൾ, ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് ഓരോന്നോരോന്ന്. അതിന് ഈ അവയവങ്ങളെ ഓരോന്നോരായി ശ്രദ്ധിച്ച് ഭൂമി ബീജമന്ത്രമായ ലം എന്ന് ജപിച്ചുകൊണ്ടിരിക്കണം. ലം എന്ന് ജപിച്ച് ഇതൊക്കെ ചിന്തിക്കണം. ഭൂമി ഭൂതം ഈ അവയവങ്ങൾ ധാരാളമായി ലയിക്കുന്നതായിട്ട്. ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമി, മണ്ണ്, മല, വൃക്ഷം, ഇതൊക്കെ ഭൂമിയുടെ ഭാഗമാണ്. അങ്ങനെ അതിനൊക്കെ ചിന്തിക്കണം. ഭൂമിയുടെ പ്രകൃതിയും വിശേഷങ്ങളെയും ചിന്തിച്ച് ആ ഭൂമിഭൂതം കാൽ ധാരാളം പ്രവേശിക്കുന്നതായിട്ട്. ഭൂമിയായിട്ട് ഏറ്റവും അടുത്ത് പെരുമാറുന്നത് കാലാണ്. നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികൾ നടക്കുന്നത് തന്നെ ഭൂമിയിലാണ്. ആദ്യത്തെ 8 അടി വയ്ക്കുക എന്നുള്ളതും ഭൂമിയിൽ തന്നെയാണ് ചെയ്യുക. ആ നേരത്ത് നമ്മൾ ചെരുപ്പിട്ട് ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഭൂമിഭൂതം ശരീരത്തിൽ കയറാൻ ഉള്ള കാര്യങ്ങൾക്ക് തടസ്സമായിട്ട് വരുന്നതാണ്. മുറ്റത്തേക്ക് ഇറങ്ങരുതെന്ന് എല്ലാ അമ്മമാരും അച്ഛന്മാരും കുഞ്ഞു കുട്ടികളെ ഭയങ്കര ശാസനയില വളർത്തുക. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ആ ഭൂമിഭൂതം കുട്ടികൾക്ക് ചെറുപ്പത്തിൽ കിട്ടാതെ വരും. ഇപ്പോൾ പലവിധ രോഗങ്ങളും ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭൂമിഭൂതം എന്നുള്ളതാണ് ശരീരം മൊത്തം ശരീരം ഭൂമിഭൂതമാണ്. അതിൽ ജലമുണ്ട്, വായുവുണ്ട്, അഗ്നിയുണ്ട്, അതെല്ലാം ഉണ്ട്. ഇപ്പം ബേസിക്കായിട്ട് 10-60% ഭൂമിഭൂത. അതിൽ മാംസം, അതുപോലെ തന്നെ അസ്ഥി, പേശികൾ എല്ലാം ഭൂമിഭൂതത്തിൻ്റെ ഭാഗമാണ്. പൃഥ്വിമുദ്ര പറയാം. മോതിരവിരൽ തള്ളവിരലിൻ്റെ അറ്റത്ത് സ്പർശിക്കുക, മറ്റു വിരലുകൾ നിവർത്തി പിടിക്കുക. ഇതുപോലെ 2 കൈകളിലും മുദ്ര ചെയ്ത് കാൽമുട്ടിൽ വയ്ക്കുക. ഭൂമിതത്വം 4 കോണോടുകൂടി മഞ്ഞ നിറത്തിൽ ലകാരയുക്തമാണ്. മൂലാധാരത്തിലെ ഒരു ചതുരം, അതിന് മഞ്ഞ നിറമാണ്, ലകാരയുക്തമാണ്. അതിൽ ലം എന്നാണ് അതിൻ്റെ മന്ത്രം. ഇതിൽ സ്വർണ്ണമയവും ചതുർഭുജാകാരവും ചതുർമുഖനുമായ ബ്രഹ്മത്തെ ധ്യാനിക്കണം. ബ്രഹ്മാവിനെയാണ് ബ്രഹ്മം എന്നുള്ള. ചതുർമുഖൻ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവിനെ തന്നെ പറയാം. 2 മിനിറ്റ് ധ്യാനിക്കാം. അതുകൊണ്ട് ഭൂമിതത്വം സാധകന് വശമാകും. ഭൂമിതത്വം കൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങൾ പരിഹരിക്കപ്പെടും. ഭൂമിതത്വ ദോഷം കൊണ്ട് യോഗിക്ക് മരണമുണ്ടാകുകയില്ല. ഇവിടെ എന്താണ്? ഒരു മൂലാധാരത്തിൽ ഭൂമിതത്വത്തെ വിചാരിച്ച്, കാലിലും വിചാരിക്കാം. ഒരു ചതുരത്തിൽ മഞ്ഞ നിറത്തുള്ള ഒരു ചതുരം, അതിൽ ലം എന്ന് ജപിക്കണം. ആ ഭൂമിതത്വം നമ്മുടെ കാലിൽ കൂടെ കയറുന്നതായിട്ട് വിചാരിക്കണം. നമ്മൾ മണ്ണിൽ ചവിട്ടി നിൽക്കണം എന്ന് വിചാരിക്കണം. ആ ഭൂമിതത്വം നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ കയറുന്നതായിട്ട് വിചാരിക്കണം. 2 മിനിറ്റ് ധ്യാനിക്കാം എന്നുള്ളത് എല്ലാ ദിവസവും 2 മിനിറ്റ് വീതം ധ്യാനിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫലം നമുക്ക് അനുഭവപ്പെടും. ചെറിയ കുട്ടികളെ എപ്പോഴും മണ്ണിൽ നടക്കാനെങ്കിലും അനുവദിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഭൂമിതത്വം കുട്ടിക്ക് അപ്രാപ്യമായിട്ടുള്ളൊരു സംഗതിയായി മാറും. അതുകൊണ്ട് ശരീരം തന്നെ കേടായി പോകാൻ, മാംസം, അസ്ഥി തുടങ്ങിയുള്ളത് ഭൂമിഭൂത
ഭൂമി തത്വം ആയതുകൊണ്ട് അവയ്ക്കാണ് രോഗങ്ങൾ വരിക. അതിൻ്റെ പുഷ്ടിക്കാണ് കുറവ് വരിക. അതുകൊണ്ട് എല്ലാവരും അല്പനേരമെങ്കിലും ഭൂമിയിൽ നടക്കാൻ തയ്യാറാവണം. ഇന്നത്തെ വീട്ടിനകത്ത് ഒക്കെ സിമെൻറ്റും ടൈലിട്ടു, മുറ്റങ്ങളും ടൈലിട്ടു, പിന്നെ വളപ്പെന്നുള്ള സാധനം ഇല്ല ആൾക്കാർക്ക്. അതുകൊണ്ട് ഇതൊക്കെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു സംഭവമാണ്. അതുകൊണ്ട് നടക്കാനൊരു ഭൂമി എന്തായാലും ഉണ്ടാവുന്നത് രോഗങ്ങൾക്ക് ഒരു സമാധാനമാവും. നമഃ ശിവായ.